ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെന്താണ് മണ്ടന്മാരാണോ? പ്രേക്ഷകരിങ്ങനെ മണ്ടന്മാരാക്കിയുള്ള ഇവര് ഈ സിനിമാ പിടുത്തം നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു എന്റർടൈൻമെന്റ് സിനിമ എന്ന രീതിയിൽ ട്രെയിലറൊക്കെ കട്ട് ചെയ്ത് ഇറക്കി, ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന് എന്റർടൈൻമെന്റാണ്, നല്ല വൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയിട്ട്, വളരെ മോശം അവസ്ഥയിലൊരു സിനിമ ഇറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് പടത്തിൻ്റെ ലെവലിലാണ് പടം പോകുന്നത്. ഇവരെന്തിനാണ് പ്രേക്ഷകരെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നത്? പ്രേക്ഷകരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് ട്രെയിലർ ഇറക്കുന്നത്? ഈ ലാൽ ജൂനിയറോട് പറയാനുള്ളത്, അപ്പൻ്റെ പേരിൽ മാത്രമാണ് സിനിമയിൽ വന്നത്. അല്ലാണ്ട് സ്വന്തമായ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ടോ? ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഹിറ്റ് ചിത്രമുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എന്തുകൊണ്ടാണ് ഹിറ്റായതെന്ന് മലയാള പ്രേക്ഷകർക്കറിയാം. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ സച്ചേട്ടൻ്റെ തിരക്കഥയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ നട്ടെല്ല്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് എടുത്തു പറയാൻ എന്ത് ഹിറ്റാണ് അവനുള്ളത്? വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. വളരെ മോശം അനുഭവമാണ് ഇന്ന് നടികർ കണ്ടപ്പോൾ ഉണ്ടായത്. നടികർ എന്ന സിനിമ വളരെയധികം നിരാശപ്പെടുത്തി. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, പ്രേക്ഷകരിങ്ങനെ പറ്റിച്ചുകൊണ്ട് ട്രെയിലർ ഇറക്കാൻ പാടില്ല എന്നാണ്.